ഇറാൻ സേന വെളിപ്പെടുത്തുന്നത് അമേരിക്ക വെടിവെച്ചിട്ടു എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോൺ നൽകിയ വിവരങ്ങൾ ഇറാന്റെ പക്കൽ സുരക്ഷിതമാണ് എന്നതുകൂടിയാണ്. ഇക്കാര്യം ഇറാനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം ഡ്രോൺ വെടിവെച്ചിട്ടതിന് മുമ്പ് തന്നെ ഡ്രോണിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ ഇറാന് ലഭിച്ചിട്ടുണ്ട്. നിരവധി പടക്കപ്പലുകളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും വൻ സുരക്ഷയിൽ ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട എബ്രഹാം ലിങ്കൺ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെടുമെന്ന് ഈ പടക്കപ്പൽ വ്യൂഹത്തെ പറഞ്ഞുവിട്ട സാക്ഷാൽ ട്രംപ് പോലും ഏകദേശം കരുതിയിട്ടുണ്ടാവില്ല. ഈ സംഭവം നൽകിയ ഒരു ഭയമാണ് ഒരു ഇറാൻ ഡ്രോൺ വെടിവെച്ചിട്ടതിലൂടെ എന്തായാലും മനസ്സിലാവാൻ പറ്റുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ പതാകയുള്ള ഒരു എണ്ണക്കപ്പലാണ് ഇറാൻ സൈന്യം തടഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇത് ഇറാന്റെ ഒരു മുന്നറിയിപ്പായാണ് തോന്നുന്നതും. നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകാനാണ് എണ്ണക്കപ്പൽ തടഞ്ഞത് വഴി ഇറാൻ സൈന്യം ശ്രമിച്ചിരിക്കുന്നത്. 2 ഇറാനിയൻ ഗൺബോട്ടുകളും ഒരു ഡ്രോണും എത്തി വെല്ലുവിളിച്ചതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡും പിന്നീട് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറബിക്കടലില് ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടതായിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? ഒരു വശത്ത് സമവായത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ എത്തിയ ഒരു ഇറാൻ ഡ്രോണാണ് അമേരിക്ക ഇപ്പോൾ വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവമാണ്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക അയച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ ഒരു ദൃശ്യം ആ പടക്കപ്പൽ ഒമാൻ തീരത്ത് എത്തും മുമ്പ് തന്നെ ഇറാൻ സൈന്യം ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യത്തിലെ വിമാനവാഹിനി കപ്പലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ദൃശ്യമായിരുന്നു. അമേരിക്കയുടെ അതീവ സുരക്ഷാ മേഖല പോലെ കടലിൽ നീങ്ങുന്ന വിമാനവാഹിനി കപ്പലിന്റെ ഇത്തരം ഒരു ദൃശ്യം ഇറാൻ പുറത്തുവിട്ടതിന് പിന്നിലുള്ള ഉദ്ദേശം USS എബ്രഹാം ലിങ്കണും തങ്ങളുടെ പോയിന്റ് ബ്ലാങ്കിലാണ് എന്നത് അമേരിക്കയെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. നിരവധി പടക്കപ്പലുകളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും വൻ സുരക്ഷയിൽ ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട എബ്രഹാം ലിങ്കൺ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെടുമെന്ന് ഈ പടക്കപ്പൽ വ്യൂഹത്തെ പറഞ്ഞുവിട്ട സാക്ഷാൽ ട്രംപ് പോലും ഏകദേശം കരുതിയിട്ടുണ്ടാവില്ല. ഈ സംഭവം നൽകിയ ഒരു ഭയമാണ് ഒരു ഇറാൻ ഡ്രോൺ വെടിവെച്ചിട്ടതിലൂടെ എന്തായാലും മനസ്സിലാവാൻ പറ്റുന്നത്. ഇത്തരമൊരു നീക്കം ഇറാൻ പ്രതീക്ഷിച്ചു കാണോ, അതോ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണോ അവരും ഡ്രോൺ പറത്തിയിരിക്കുന്നത്? അതെന്തായാലും വ്യക്തമാണല്ലോ അഭിരാമി. അമേരിക്കയും അവരുടെ കപ്പൽപ്പടയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശം മാത്രമല്ല, ആക്രമിക്കാൻ തയ്യാറാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇറാൻ ഡ്രോൺ ഇപ്പോൾ പറത്തിയിരിക്കുന്നത് എന്ന കാര്യം എന്തായാലും വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചയിൽ പോലും ഇറാൻ സേനയ്ക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങളും റഷ്യയും മുൻകൈ എടുത്ത് നടത്തുന്ന ചർച്ച ആയതിനാലാണ് ഇറാൻ സുപ്രീം ലീഡറും ഈ ചർച്ചയെ എതിർക്കാതിരിക്കുന്നത്. എങ്കിലും ഇറാന്റെ അഭിമാനം പണയം വെച്ചുള്ള ഒരു തീരുമാനത്തിനും തങ്ങളെ കിട്ടില്ലെന്ന് ഇറാൻ ഇതിനകം തന്നെ ഏകദേശം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ഡ്രോൺ വെടിവെച്ചിട്ട പശ്ചാത്തലത്തിൽ സമവായം ഇനി നടക്കാൻ സാധ്യതയുണ്ടോ? ഈ ചർച്ച തന്നെ പൊളിയോ? അതിനെന്തായാലും ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ചർച്ച നടക്കേണ്ടതും ഏറ്റുമുട്ടൽ ഒഴിവാക്കേണ്ടതും ഇപ്പോൾ അമേരിക്കയുടെ കൂടി ഒരാവശ്യമാണല്ലോ. ഇറാൻ ഒരു അറ്റാക്ക് പൊസിഷനിലേക്ക് നീങ്ങുമെന്നത് വെല്ലുവിളിക്കുമ്പോൾ ട്രംപ് ഓർത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇറാന്റെ സൈനിക കരുത്ത് അളക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തന്നെ ഏകദേശം വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇനി ഡ്രോണിൻ്റെ ഒരു കാര്യം പറയാം. അമേരിക്ക വെടിവെച്ചിട്ടത് ഒരു നിരീക്ഷണ ഡ്രോണാണ്. എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിൻ്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായിട്ട് സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടി എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് ഈ സംഭവത്തെക്കുറിച്ച് എന്തായാലും പറയുന്നത്. ഡ്രോൺ അടുത്ത് വരുമ്പോൾ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്ന് ഏകദേശം 500 മൈൽ അകലെ ആയിരുന്നു എന്നതും ഇതിനകം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡ്രോൺ എന്തിനാണ് കപ്പലിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് കപ്പൽ ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് തന്നെ പറയുമ്പോൾ ഇറാൻ സേന വെളിപ്പെടുത്തുന്നത് അമേരിക്ക വെടിവെച്ചിട്ടു എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോൺ നൽകിയ വിവരങ്ങൾ ഇറാന്റെ പക്കൽ സുരക്ഷിതമാണ് എന്നതുകൂടിയാണ്. ഇക്കാര്യം ഇറാനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം ഡ്രോൺ വെടിവെച്ചിട്ടതിന് മുമ്പ് തന്നെ ഡ്രോണിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ ഇറാന് ലഭിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ടല്ലോ, അവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ പതാകയുള്ള ഒരു എണ്ണക്കപ്പലാണ് ഇറാൻ സൈന്യം തടഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇത് ഇറാന്റെ ഒരു മുന്നറിയിപ്പായാണ് തോന്നുന്നതും. നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകാനാണ് എണ്ണക്കപ്പൽ തടഞ്ഞത് വഴി ഇറാൻ സൈന്യം ശ്രമിച്ചിരിക്കുന്നത്. 2 ഇറാനിയൻ ഗൺബോട്ടുകളും ഒരു ഡ്രോണും എത്തി വെല്ലുവിളിച്ചതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡും
പിന്നീട് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാനിൽ നിന്ന് 16 നോട്ടിക്കൽ മൈൽ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ 3 ജോഡി ഒരു സായുധ ബോട്ടുകൾ അമേരിക്കൻ എണ്ണക്കപ്പലിനെ സമീപിച്ചതായിട്ട് ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ വാൻഗാർഡ് ടെക്കും ഇതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പൽ വേഗത വർദ്ധിപ്പിക്കുകയും ഗതി നിലനിർത്തുകയും ചെയ്തതിനാലാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇറാന്റെ സമുദ്ര അതിർത്തിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച കപ്പലിനെ ഇറാൻ കപ്പൽപ്പട തടഞ്ഞു നിർത്തി മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു എന്നതാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞതിൽ ഏത് ശരിയായാലും തടഞ്ഞു വെക്കപ്പെട്ടത് അമേരിക്കൻ പതാക വഹിച്ച കപ്പൽ ആണ് എന്നതിൽ ഒരു തർക്കവും വേണ്ട. ഈ 2 സംഭവങ്ങളിലും യഥാർത്ഥത്തിൽ നാണം കെട്ടത് അമേരിക്ക തന്നെയാണ്. അതിന്റെ കാരണം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ഡ്രോൺ പറത്താനും അവരുടെ തന്നെ മറ്റൊരു എണ്ണക്കപ്പൽ തടഞ്ഞു തിരിച്ചയക്കാനും ഇറാനെ പോലുള്ള ഒരു രാജ്യം ധൈര്യം കാട്ടി എന്നത് തന്നെയാണ്. അതൊരു അസാമാന്യമായ ധീരത തന്നെയാണ്. അതെന്തായാലും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ സമവായ ചർച്ചയിൽ അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ലെന്നൊരു കൃത്യമായ പ്രഖ്യാപനം കൂടി ഈ ഒരു നടപടിക്ക് പിന്നിലുണ്ട്. ഈ ട്രംപ് ആഗ്രഹിക്കുന്ന ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒന്നും ഇറാൻ അമേരിക്കയ്ക്കോ അന്താരാഷ്ട്ര ഏജൻസിക്കോ എന്തായാലും വിട്ടു നൽകാൻ പോകുന്നില്ല. ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തൊട്ട് കളിക്കാനും എന്തായാലും ഇറാൻ സമ്മതിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ സംഘർഷാവസ്ഥ അവസാനിക്കും എന്നതാണ് ചോദ്യമെങ്കിൽ കാത്തിരുന്ന് കാണുക എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ കഴിയൂ.